ഹായ് ഗൈസ്, നമ്മളിന്നൊരു ഇൻസ്പയർഡ് റെസിപ്പി പേളി മാനിയുടെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് റെസിപ്പി ഇൻസ്പയർഡ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ലൈഫിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ടെൻഷനും ഉണ്ട്. പാളാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്ന് എനിക്കറിയാം. എന്തിന് ഞാൻ ഈ തീരുമാനം എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ ദിവസമാണ് ഞാൻ പേളിമാനിയുടെ വീഡിയോ കാണുന്നത്, ഫ്രൈഡ് റൈസിൻ്റെ. സോ അതാണ് എൻ്റെ മോട്ടിവേഷൻ. ഇത് ഇത്ര സിമ്പിളായിരുന്നോ, ഞാൻ ഇത് കാണാൻ വൈകിപ്പോയി, ഇത് ഉണ്ടാക്കുക ഇത്ര സിമ്പിളായിരുന്നോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. നമുക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഒരു ചെയ്യാനായിട്ടുള്ളൊരു ത്വരയില്ല. ആ ത്വരയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എന്നെ എത്തിച്ചത്, ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 11 മണിക്ക് തുടങ്ങിയ കുക്കിങ്. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും. ഇത് കഴിഞ്ഞ് ഞാൻ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുമ്പോൾ 2:55 ആയി. കാരണം വീഡിയോ കണ്ട് പോസ് ചെയ്ത് ആലോചിച്ച് ഇത്ര മതിയോ എന്നൊക്കെ ഭയങ്കര കാൽക്കുലേഷനിൽ പാളരുതെന്നുള്ള കാൽക്കുലേഷന് വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ് ഈ കുക്കിങ്. ഇത്ര ഞാൻ വാചകം അടിച്ചെങ്കിലും ഈ കുക്കിങ്ങിൽ എന്തൊക്കെ സാധനങ്ങൾ ചേർത്തു എന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഓയിൽ, പിന്നെ ബട്ടർ മെൽറ്റ് ചെയ്തു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് വഴറ്റിയതിന് ശേഷം ആദ്യം ഞാൻ ഇടുന്നത് ബീൻസാണ്. കാരണം പേളിമാണി പറഞ്ഞത് ബീൻസിനും ക്യാരറ്റിനും ഒക്കെയാണ് വേവ് കൂടുതലുന്നത്. സോ നമ്മൾ അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. എന്തിനാ വെറുതെ അവർ പറഞ്ഞ പോലെ ചെയ്യാണ്ട് നമ്മളുടെ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ പാളിക്കണേന്ന് വെച്ചിട്ട് ഞാൻ അതേപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ഞാൻ നോക്കിയാണ് ചെയ്തത്. അത്രയ്ക്ക് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഗൈസ്. വീഡിയോ കാണുമ്പോൾ ബീൻസും ക്യാരറ്റും ഞങ്ങൾ ഒരുമിച്ചിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീൻസ് ഇട്ടൊരു 5-10 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ക്യാരറ്റ് ഇടുന്നത്. ക്യാരറ്റ് ഏകദേശം വെന്ത് തുടങ്ങുന്ന ആ സമയത്താണ് ഞാൻ ഒനിയൻ ഇട്ടത്. ഒനിയനും നമുക്കൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരേണ്ട ഒന്ന് ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡാവില്ല, ആ സമയത്താണ് ഞാൻ ക്യാപ്സിക്കം ഇടുന്നത്. ക്യാപ്സിക്കം എന്തുകൊണ്ട് ലാസ്റ്റ് ഇട്ടതെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേളിമാണി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല, എല്ലാം പേളിമാണി പറഞ്ഞതല്ല, ക്യാപ്സിക്കം ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര സ്മൂത്തുള്ള സാധനമല്ല, അതുകൊണ്ട് പെട്ടെന്ന് വേവാൻ ചാൻസ് ഉണ്ടെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നി ശരിയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തെന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ചിക്കൻ സ്റ്റോക്ക് ഇട്ടത് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ അല്ല, പേളിമാണിയുടെ റെസിപ്പിയിൽ. അതിനുശേഷം എനിക്കറിയില്ല സോയാ സോസിന് എത്ര അവരൊരു വലിയ ഉണ്ടാവും മീൻസ് വലിയൊരു ഉരുളി പോലത്തെ സംഭവത്തിലാണ് ഇത് എന്താ പറയുക റൈഡ് റൈസ് ഉണ്ടാക്കിയത്. ഞാൻ എൻ്റെ കയ്യിലുള്ളതിലെ ഏറ്റവും വലിയ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ എൻ്റെ റെസിപ്പി അല്ല, എൻ്റെ ഫ്രൈഡ് റൈസിൽ വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതെനിക്ക് മനസ്സിലായത് ഈ ഭാഗത്തെത്തിയപ്പോഴാണ്. എനിക്ക് മനസ്സിലായി, എന്തായാലും എവിടെയോ എന്തൊക്കെയോ പാളിച്ചകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മിക്കവാറും പൊളിയാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി എനിക്ക്. തകർന്ന്, കാരണം ഇത്രയും നേരത്തെ പണിയാണല്ലോ. പോരാത്തതിന് ഹസ്ബൻഡ് വിശന്ന് തുടങ്ങി, ടെൻഷനായി തുടങ്ങി, ആ സിറ്റുവേഷൻ എത്തി. അപ്പോൾ ഇത് കയ്യിൽ നിന്ന് പോയി അവസാനം മേടിക്കേണ്ട വരും എന്നുള്ളൊരു മൈൻഡ് എത്തി ഞങ്ങൾക്ക്. പിന്നെ കേടാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഇത്രയും ആയില്ലേ, ഇനി കുറച്ചും എന്താ പറയുക, വേവോളം കാത്തു, ഇനി 6ഓളം കാക്കാന്നുള്ള രീതിയിൽ മൈൻഡായി. ഇത്രയും നേരം എൻ്റെ കൂടെ വിശപ്പ് സഹിച്ച് എൻ്റെ കൂടെ വീഡിയോ എടുത്തതിനെ സഹായിച്ച എൻ്റെ ഹസ്ബൻഡിൻ്റെ താങ്ക്സ് ടു മൈ യാദവ് മോൻ. പിന്നെന്താ, എഗ്ഗ് അതിൻ്റെ ഉള്ളിൽ സോട്ട് ചെയ്ത് എഗ്ഗ് ക്രാമ്പിൾസ് ആക്കണമായിരുന്നു. സോ എൻ്റെ കയ്യിൽ ക്രാമ്പിൾസ് ആവണ്ടായിരുന്നില്ല. മീൻസ് ടൈം എടുക്കുന്നത്, ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്നു. അപ്പോൾ അവസാനം ഞാൻ കൂടെ മിക്സ് ചെയ്ത്, എനിക്ക് പ്രാന്തായി എന്നറിയില്ലേ, വീഡിയോ നോക്കി എനിക്ക് പ്രാന്തായി. അവസാനം ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ ആകെ കുഴന്നായി. എന്നിട്ട് ഞാൻ കുറേ നേരമായിട്ട് സോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ റൈസ് ഇടുന്നത്. റൈസ് ഞാൻ നേരത്തെ മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ റൈസ് ഇട്ട് വേവിച്ച് ഉപ്പിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാരണം നല്ല റൈസ് സൂപ്പറായിട്ട് എനിക്ക് റൈസ് കിട്ടി. ഇപ്പം ഞാൻ ഇടുന്നത് ഇന്നലെ ഒരു ചില്ലി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നതാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ കടിക്കാൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടിട്ടത്. ഇപ്പം റൈസ് നമുക്ക് കാണുമ്പോൾ അറിയാം, റൈസ് സൂപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. റൈസ് ഞാൻ ഊറ്റി വെച്ച റൈസ്. പക്ഷെ എന്താ ഇവിടെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പാത്രം ഭയങ്കര ചെറുതായിരുന്നു. ഞാൻ എടുത്ത് വെച്ചിരുന്ന റൈസ്, ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചക്കറിയുടെ ക്വാണ്ടിറ്റി ഒക്കെ കൂടുതലായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളിത് മിക്സ് ചെയ്തപ്പോൾ ആകെ കുഴഞ്ഞെന്ന് മീൻസ് പുലാവ് പോലെയായി. ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഒരു പുലാവ് ഫീലിംഗ് ആയി. പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ഫ്രൈഡ് റൈസ് കുക്കിംഗ്.
ഇനി ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്തായാലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഐഡിയ കിട്ടി ഈ സംഭവത്തിൻ്റെ. ചെയ്തപ്പോൾ നിങ്ങളിവിടെ കാണിച്ചു തരാൻ തോന്നി. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ.